ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AKG വ്ലോഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. ഇപ്പം നല്ല വേനൽക്കാലമാണല്ലേ. വേനൽക്കാലം എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര പൊരി വെയിലെന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവർക്കും ദേഹത്തും പുറത്തും നെറ്റിയിലും മുഖത്തും ഒക്കെ ആയിട്ട് ചൂടൂര് പൊന്തിയിട്ടുണ്ടാവും. ഇല്ലയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു വേനൽക്കാലത്ത് വിയർപ്പും ഒക്കെ കൂടി ആയിട്ട് നമുക്ക് ചൂടൂരും ദേഹത്ത് മൊത്തം ഉണ്ടായിരിക്കും. എനിക്കും ഉണ്ടായിരുന്നു. എൻ്റെ ഈ നെക്കിൻ്റെ ഈ ഭാഗത്തായിട്ടും പുറത്ത് ഇപ്പോഴും ഉണ്ട് ചെറിയ രീതിക്ക്. അപ്പോൾ പുറത്തും അതുപോലെ നെറ്റിയുടെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ചൂടൂരു പോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ കേട്ടോ. അടിപൊളി ടിപ്പാണ്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ചൂടുകുരുവിനെതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഇന്നൊരു പാക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ ഈ പാക്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് ഉടനെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് 4 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള കുട്ടിക്ക് മുതൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ മോനും യൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഒറ്റ തവണ യൂസ് ചെയ്താൽ മതി, നല്ല അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലാദ്യം വേണ്ടത് നമുക്ക് കുറച്ച് തുളസിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തുളസി പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3-4 തണ്ട് ആര്യവേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ ഞാനത് പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അതിലേക്ക് കറ്റാർ വാഴയാണ് കേട്ടോ. ഇതെൻ്റെ വീട്ടിലുണ്ടായത് തന്നെ കറ്റാർ വാഴയാണ് കേട്ടോ. അതിൽ നിന്ന് ഒരു തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്: ആര്യവേപ്പില, കറ്റാർ വാഴ, തുളസി. പിന്നെ വേണ്ടത് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടിയാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. പിന്നെ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ തേങ്ങ അവോയ്ഡ് ചെയ്യുക കേട്ടോ. പിന്നെ ആര്യവേപ്പില എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ പാടുകൾ മാറാനായിട്ടും മുഖക്കുരു ഇല്ലാതാക്കാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ തുളസി ഒരുപാട് ശുദ്ധീകരണ സവിശേഷതകളും ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു സസ്യമാണ് തുളസി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഉള്ളിൽ കഴിക്കുന്നത് മാത്രമല്ല, നമുക്കിതുപോലെ ചർമ്മത്തിന് ഫേസ് പാക്കുകളായിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നല്ലൊരു ക്ലെൻസറായിട്ടും നമുക്ക് തുളസി യൂസ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല കേട്ടോ, മുഖത്തെ പാടുകൾ മാറ്റാനായിട്ടും മുഖക്കുരു ഇല്ലാതാക്കാനായിട്ടും മുഖക്കുരു വരാതിരിക്കാനായിട്ടും പിന്നെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ തുളസി എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം കേട്ടോ. ഭയങ്കര പേസ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ലൂസ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. ഭയങ്കര പേസ്റ്റ് ആവരുത്, എന്നാൽ ഭയങ്കര ലൂസും ആവരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഫ്രീസറിൽ വെക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഐസ് ക്യൂബിൻ്റെ ഈ ഒരു പെട്ടിയിൽ ഇങ്ങനെ ഓരോ കട്ടയായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അപ്പം തന്നെ തേക്കരുത്. ഇതേപോലെ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ കട്ടയായതിന് ശേഷം അതിൽ ഓരോ കട്ടയെടുത്തിട്ട് ആ ഒരു തണുപ്പോടെ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിത് കട്ടയാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. എനിക്ക് ഒരു 10 കട്ട കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് ഫ്രീസറിൽ വെക്കുകയാണ്. ഇനി ഞാനിത് എടുക്കുന്നത് രാത്രി അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ കേട്ടോ. അപ്പം ഞാനിത് എടുത്തത് പിറ്റേന്ന് രാവിലെയാണ്. നല്ല കട്ടയായിട്ടുണ്ട്. അപ്പം നമുക്കിത് കുളിക്കുന്നതിന് മുമ്പായിട്ടും പിന്നെ വൈകുന്നേരവും ഇത് 2 നേരമായിട്ട് നമുക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഫേസിലും നമുക്ക് എവിടെയൊക്കെയാണോ ഈ ചൂടൂരു ഉള്ളത് അവിടെയൊക്കെ നമുക്കിത് പുരട്ടി കൊടുക്കാം. വയറിൻ്റെ അടുത്തും കാലിലും കയ്യിലും ഒക്കെ ഉണ്ടെങ്കിലും നെക്കിലുണ്ടെങ്കിലും പുറത്തുണ്ടെങ്കിലും ഒക്കെ നമുക്ക് പുരട്ടി കൊടുക്കാവുന്നതാണ്. ചെറിയ മക്കൾക്ക് വരെ നമുക്ക് കണ്ണും ചുമി പുരട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ കറ്റാർ വാഴ എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. മാത്രമല്ല നമ്മുടെ ചർമ്മത്തിലുള്ള ചുളിവുകൾ മാറ്റാനായിട്ടും പിന്നെ കണ്ണിനടിയിലുള്ള കറുപ്പ് മാറാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കറ്റാർ വാഴ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതുപോലെ സ്കിന്നിന് നല്ലൊരു വൈറ്റനിങ് എഫക്റ്റ് കിട്ടാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ കോക്കനട്ട് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അവർ കോക്കനട്ട് അവോയ്ഡ് ചെയ്യുക. അതിന് പകരം റോസ് വാട്ടർ ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക. ഏതായാലും കുഴപ്പമില്ല. ഇനി ഒലിവ് ഓയിൽ ആഡ് ചെയ്തെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് അത് കട്ടി രൂപമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റോസ് വാട്ടർ കൂടെ ആഡ് ചെയ്തിട്ട് ലൂസ് കൺസിസ്റ്റൻസിലാക്കി എടുത്ത് ഇതേപോലെ ഫ്രീസറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊരു 10-15 മിനിറ്റ് ഫേസിൽ വെക്കുക. എന്നിട്ട് സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. മുഖക്കുരു അഥവാ ഈ ചൂടുകുരു ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സോപ്പ് യൂസ് ചെയ്യാണ്ടിരിക്കുക. കഴിയുന്നതും ഈ ചെറുപയർ പൊടി, കടലപ്പൊടി അങ്ങനത്തതൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിത് ബാക്കിയുള്ളത് ഇതേപോലെ ഫ്രീസറിൽ വെക്കുകയാണ്.
ഈ ഒരു കട്ട നമുക്ക് 1-2 ആഴ്ച വരെ ഇതേപോലെ ഫ്രീസറിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അടിപൊളി ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിതാ മോന് യൂസ് ചെയ്യുകയാണ് കേട്ടോ. മോന് ഞാനിങ്ങനെ കൊടുത്തതാണ്, അവൻ ഒറ്റയ്ക്ക് തന്നെ യൂസ് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. ഇത് നല്ലൊരു മാറ്റമുണ്ട് അവന്. കഴുത്തിൻ്റെ അവിടെയൊക്കെ നല്ല ചൂടുകുരുണ്ടായിരുന്നു. അപ്പം ഞാനിതൊരു 3 ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ട്. പിന്നെ എനിക്കും നന്നായിട്ട് മാറ്റം ഫീൽ ചെയ്തു. കണ്ടില്ലേ, ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. നല്ലൊരു ഗ്ലോ ഉണ്ട് കേട്ടോ ഫേസിന്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാനിതാ ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ ഡാർക്ക് സ്പോട്ട്സ്, ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറും കേട്ടോ. പിഗ്മെൻറ്റേഷനൊക്കെ മാറും. നല്ല അടിപൊളി ടിപ്പാണ് ഈ ഒരു ടിപ്പ്, ഞാൻ ചെയ്യാറുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ കുട്ടികൾക്ക് മുതൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ, അതായത് വയസ്സായ ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണിത്. പിന്നെ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ആഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്, അത് ഒഴിവാക്കിയാൽ മതി. ഈ അലോവേര ജെൽ ആഡ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ആര്യവേപ്പിൻ്റെ കാര്യമൊന്നും പറയാനില്ലല്ലോ. ആര്യവേപ്പ് ഏറ്റവും നല്ലതാണ് കുരു പോകാനായിട്ടും അതുപോലെ തന്നെ ചൂടുകുരു മാറാനായിട്ടും അതുപോലെ മുഖത്ത് വരുന്ന എന്ത് പിമ്പിൾസ് പോലെയുള്ള കാര്യങ്ങൾക്കും ഏറ്റവും നല്ല ഒരു സാധനമാണ് ഈ ആര്യവേപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ തുളസി അതുപോലെ തന്നെ നല്ലൊരു സാധനമാണ് തുളസി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വാങ്ങിച്ചിട്ട് സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ്. 100% വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ മോൻ്റെ പുറത്തൊക്കെ നല്ലോണം ചൂടുകൂരുണ്ടായിരുന്നു, കഴുത്തിൻ്റെ അവിടെ ഒക്കെ ആയിട്ട്, നെറ്റിയുടെ ഭാഗത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു 3 ദിവസം ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു മാറ്റം എനിക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ നമ്മളിതൊരു ഒരാഴ്ച അടുപ്പിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 3 ദിവസം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ച അടുപ്പിച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു മാറ്റം കാണാനായിട്ട് പറ്റും. വെറുതെ പറയല്ല, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ്, എനിക്കും എൻ്റെ മോനും നല്ലൊരു റിസൾട്ട് കിട്ടിയതിന് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടിയെന്നൊന്നും വരില്ല. അപ്പം നിങ്ങൾ എനിക്ക് ഒരു യൂസിൽ തന്നെ ചെറിയൊരു റിസൾട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് 3 ദിവസം ചെയ്ത് നോക്കി. അപ്പോൾ അതിലും നല്ലൊരു റിസൾട്ട് വന്നു. പിന്നെ ഞാനിത് ഒരാഴ്ച ചെയ്ത് നോക്കി. അപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് വർക്കായിട്ട് കിട്ടി. കാരണം ഈ പിമ്പിൾസ് കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണാനാവും. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എൻ്റെ മുഖത്ത് നന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പിമ്പിൾസ്, ഒരു പൊട്ട് പോലെ. അപ്പോൾ അത് താനേ അങ്ങ് പൊട്ടിയായിരുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല, താനേ അങ്ങ് പൊട്ടി. അപ്പം ഞാൻ ഈ ഒരു പാക്ക് അവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പം നന്നായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കല തന്നെ ഇപ്പോൾ കാണാനില്ല, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കല, അതായത് ഈ മുഖക്കുരു കാരണം ഉണ്ടാവുന്ന കലയുണ്ടാവില്ലേ, അതൊക്കെ മാറാനായിട്ട് നന്നായിട്ട് ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കും കേട്ടോ. പിന്നെ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് കാലം കൂടെ, അതായത് നമുക്കിപ്പോൾ 2 ആഴ്ചയൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീസറിൻ്റെ അകത്ത് ഈ ഒരു ഐസ് ക്യൂബ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനിത് 2 ആഴ്ചത്തേക്കൊക്കെയാണ് കേട്ടോ അങ്ങനെ ഫ്രീസറിലാക്കി വെക്കുക, എന്നിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിത് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 15 മിനിറ്റ്, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഫേസിലും നെക്കിലും ഈ ബാക്കിൽ ഇവിടെ ഈ കഴുത്തിൻ്റെ ഈ ബാക്കിലൊക്കെ ആയിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കും. ഇത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മസാജ് കൂടെ കൊടുക്കും, എന്നിട്ട് സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയും. പിന്നെ സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. മോക്കുരുള്ളവരാണെങ്കിലും അതുപോലെ ചൂടുകൂരുള്ളവരാണെങ്കിലും സോപ്പ് യൂസ് ചെയ്യാതിരിക്കുക. ഇത് നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അടിപൊളിയായിട്ട് നമുക്ക് വർക്കായിട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെ ആയാലും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത്. പിന്നെ ചൂടുകുരു പോകാനായിട്ടുള്ള വേറെ വല്ല ടിപ്പുകളും അറിയാമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.